ശ്രീ ബി എൻ അസ്കർ ഇവിടെ മാത്യു കുഴൽനാടൻ നമ്മുടെ നിയമസഭയിലെ സാമാജികനാണ്. അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച് ക്രോണോളജിക്കൽ ഓർഡറിൽ പറയുകയാണ്. എങ്ങനെയാണ് ആലപ്പുഴ ജില്ലയിൽ KRMEL കമ്പനി 60 ഏക്കർ 20 വർഷമായി കൈവശം വെച്ചിരിക്കുന്നു. ഭൂപരിഷ്കരണ നിയമപ്രകാരം കൈവശം വെക്കാവുന്ന ഭൂമി 15 ഏക്കറാണ്. ഭൂമിക്ക് ഇളവ് നൽകണമെങ്കിൽ ജില്ലാതല സമിതി പരിശോധിക്കണം. ജില്ലാതല സമിതിയോട് പലയാവർത്തി സമീപിച്ചു, അത് നിരാകരിച്ചു. വീണ്ടും അത് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും സമീപിച്ചു, അപ്പോഴും അപേക്ഷ തള്ളി. കമ്പനി പിന്നീട് മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകുന്നു. ആദ്യം മിനറൽ കോംപ്ലക്സ് തുടങ്ങാനാണ് CMRL പദ്ധതി സമർപ്പിച്ചതെങ്കിൽ പിന്നീട് ടൂറിസം സോളാർ പദ്ധതികൾക്ക് മുഖ്യമന്ത്രിക്ക് അപേക്ഷ. മുഖ്യമന്ത്രി പ്രത്യേക യോഗം. മുഖ്യമന്ത്രിയുടെ യോഗത്തിന് ശേഷം, മുഖ്യമന്ത്രി ഇടപെടലിന് ശേഷം വീണ്ടും ജില്ലാ സമിതിയിലേക്ക് പോകുമ്പോൾ അവർക്കുള്ള അനുമതി അവിടെ റെഡിയാണ്. ക്രോണോളജിക്കൽ ഓർഡറിൽ രേഖകൾ പുറത്തുവിട്ടുകൊണ്ട് മാത്യു കുഴൽനാടൻ പറയുന്നതിനെ മന്ത്രി പി രാജീവ് എന്തെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയ മറുപടിയാവുമോ ശ്രീ ഹസ്കർ? അസംബന്ധങ്ങളുടെ ഒരു പരിച്ഛേദമായിട്ടാണ് ഇപ്പോൾ ശ്രീ മാത്യു കുഴൽനാടൻ ഇങ്ങനെ വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നത്. ഏതൊരു അപേക്ഷയും ഏതൊരു വ്യക്തിയോ സ്ഥാപനമോ കമ്പനിയോ സർക്കാരിന് നൽകിയാൽ അതിന്മേൽ നടപടിയെടുക്കാനുള്ള നിയമപരമായിട്ടുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ അങ്ങനെ ലഭിക്കുന്ന അപേക്ഷ മുഖ്യമന്ത്രിക്ക് ലഭിച്ചാൽ അതിന്മേൽ താഴോട്ട് വിവിധ വകുപ്പുകൾക്ക് മേൽ അതിൻ്റെ തീരുമാനമെടുക്കുന്നതിനു വേണ്ടി അയച്ചു കൊടുക്കുന്ന സ്വാഭാവിക പ്രക്രിയ മാത്രമാണ് ഇത്തരമൊരു KMRELന്റെ അപേക്ഷയിന്മേൽ ഉണ്ടായിട്ടുള്ളത് എന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലായില്ലേ? അങ്ങനെയല്ലേ ആ അപേക്ഷകൾ വന്നിട്ടുള്ളത്? അതുപോലെ ജില്ലാ സമിതി, അപ്പോൾ ലാൻഡ് റിഫോംസ് ആക്ടിന്റെ പരിധിയിൽ ജില്ലാ സമിതിയാണ് പറയേണ്ടത്. നിയമപരമായി ജില്ലാ സമിതി പറയണം. ലാൻഡ് റിഫോംസ് ആക്ടിൽ എന്തെങ്കിലും ഇളവ് നൽകേണ്ട അവസ്ഥ ഇവിടെയുണ്ടോ, പൊതുതാൽപര്യം മുൻനിർത്തി അത്തരത്തിൽ ഇളവ് നൽകാൻ കഴിയുമോ എന്ന് ആത്യന്തികമായി തീരുമാനിക്കേണ്ടത് ജില്ലാ സമിതിയാണ്. ജില്ലാ സമിതിയിലേക്ക് രണ്ടാവർത്തി പോയി, രണ്ടാവർത്തിയും അത്തരത്തിൽ ഒരു പൊതുതാൽപര്യം ഇല്ല എന്ന് പറഞ്ഞ് തള്ളി. വീണ്ടും പുനഃപരിശോധനയ്ക്ക് 2 തവണ പോയി, ആ 2 തവണ ജില്ലാ സമിതി തള്ളി. നേരെ മുഖ്യമന്ത്രിയിലേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രി പ്രത്യേക താല്പര്യത്തിൽ യോഗം വിളിക്കുന്നു. ആർക്ക് വേണ്ടി? ഈ മുതലാളിക്ക് വേണ്ടി അല്ലേ? അപ്പോൾ എല്ലാം സ്വാഭാവികമാണോ ശ്രീ ഹസ്കർ? അങ്ങനെയല്ല. മുഖ്യമന്ത്രിയുടെ അടുത്ത് ലഭിക്കുന്ന ഒരു അപേക്ഷയിന്മേൽ മുഖ്യമന്ത്രി എന്ത് നടപടിയാണ് എടുക്കേണ്ടത്? ആ അപേക്ഷ മുഖ്യമന്ത്രിക്ക് നേരിട്ട് റിജക്റ്റ് ചെയ്യാനാവുമോ? ആ അപേക്ഷയിന്മേൽ താഴോട്ട് വിവിധ വകുപ്പുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ സമിതികളെ സംബന്ധിച്ചു പഠിച്ചു വിവരം നൽകണം എന്നുള്ളതിൻ്റെ ഉത്തരവുകളാണ് മുഖ്യമന്ത്രിക്ക് നൽകാനാവുക. അത്തരത്തിലൊരു സമിതി ഒരു യോഗം വിളിച്ച് മുഖ്യമന്ത്രി അങ്ങനെ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ അതൊരു സ്വാഭാവിക നിയമപ്രക്രിയ മാത്രമായി കാണാത്തത് എന്താ? അതുപോലെ ജില്ലാ സമിതി ആദ്യം നൽകിയിട്ടുള്ള KMREL ആദ്യം നൽകിയിട്ടുള്ള അപേക്ഷ റിജക്ട് ചെയ്യുന്നതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അതിനുശേഷം വീണ്ടും നൽകിയ അപേക്ഷയിന്മേൽ ജില്ലാ സമിതി നൽകിയിട്ടുള്ള അനുമതി ഉത്തരവ് എന്ന് പറയുന്നത് ടൂറിസം പദ്ധതിക്കും സോളാർ പ്രോജക്റ്റിനും വേണ്ടിയിട്ട് നൽകിയിട്ടുള്ള ഉത്തരവിലാണ്. അപ്പോൾ സ്വാഭാവികമായി ആ ഉത്തരവ് നടപ്പിലാക്കുന്നതിന് അവിടുത്തെ പൊതു താല്പര്യം എന്ന് പറയുന്നത് ആ പദ്ധതി വരുന്നതോടുകൂടി ആ പ്രദേശത്തെ 300ഓളം ആളുകൾക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുമെന്നും മാത്യു കുഴൽനാടൻ തന്നെയല്ലേ പറയുന്നത്? അപ്പൊ 300ഓളം ആളുകൾക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കും. ഭാഗികമായി പരോക്ഷമായി ലഭിക്കുന്ന തൊഴിൽ എത്രയായിരിക്കും? അപ്പോൾ ആ തൊഴിൽ സാധ്യതകൾ കൂടി ആണ് പൊതു താല്പര്യമായി കാണേണ്ടത്. അതുകൊണ്ടാണ് ജില്ലാ സമിതി അതിനനുകൂലമായ ഒരു ഉത്തരവിറക്കിയിട്ടുള്ളത്. അല്ലാതെ അതിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥന്മാരാകമാനം സ്വാധീനത്തിന് വഴങ്ങി ചെയ്തു വച്ചിരിക്കുന്നു എന്ന് വേണമോ നമുക്ക് അനുമാനിക്കാൻ? മുഖ്യമന്ത്രിയിലേക്ക് പോകേണ്ട കാര്യം എന്താണ്? അത്രത്തോളം ലളിതമാണെങ്കിൽ, അത്രത്തോളം സ്വാഭാവികമാണെങ്കിൽ ജില്ലാ സമിതിക്ക് തന്നെ തീരുമാനമെടുക്കാവുന്ന ഒന്ന് മുഖ്യമന്ത്രിയിലേക്ക് പോവുകയും മുഖ്യമന്ത്രി യോഗം വിളിക്കുകയും ഭൂപരിഷ്കരണ നിയമത്തിലാണ്, ഏതാണ് ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് വേണം എന്ന മന്ത്രിസഭാ കുറിപ്പ് ഉണ്ടാവുകയും അതിനുശേഷം വീണ്ടും ജില്ലാ സമിതിയിലേക്ക് എത്തുകയും അനുവാദം കിട്ടുകയും ചെയ്യുന്നതിലെ സ്വാഭാവികത എങ്ങനെയാണ്? താങ്കൾ പറയുന്ന പോലെ അത്ര പഞ്ചസാര പാലുമുട്ടായി പോലെയാണ് വസ്തുതയെങ്കിൽ ആദ്യം തന്നെ ജില്ലാ സമിതിയിലേക്ക് കൊടുത്താൽ കൊടുക്കില്ല ജില്ലാ സമിതി അനുവാദം ശ്രീ ഹസ്കർ? അങ്ങനെയല്ല. ഭൂപരിഷ്കരണ നിയമം 81(3) പ്രകാരം ഇളവ് ലഭിക്കണമെങ്കിൽ ജില്ലാ സമിതിക്ക് കൊടുത്തിട്ടുള്ള 2 അപേക്ഷകൾ KMRELന് നേരത്തെ തള്ളിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അധികാരി എന്ന നിലയിൽ മുഖ്യമന്ത്രിക്കോ അപ്പലേറ്റ് അതോറിറ്റിക്കോ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കോ നൽകുന്നതിന് നിയമപരമായ ബാധ്യതയും അധികാരവും ഏതൊരു സ്ഥാപനത്തിനും വ്യക്തികൾക്കും ഇല്ലേ? അപ്പോൾ അങ്ങനെ നൽകിയിട്ടുള്ള അപേക്ഷയിന്മേലാണ് ഇത്തരമൊരു പദ്ധതി അവിടെ വരുമ്പോൾ അത് പദ്ധതി നടപ്പിലാക്കുന്ന വ്യക്തികളുടെ സ്വാധീനം നോക്കിയിട്ടില്ല. പദ്ധതിയുടെ സാധ്യതകളാണ് എപ്പോഴും സർക്കാരുകൾ നോക്കേണ്ടത്. അതായിരിക്കണം ഒരു ജനകീയ സർക്കാരിന്റെ നിലപാട്. അത്തരമൊരു നിലപാടാണ് ഇക്കാര്യത്തിൽ സഖാവ് പിണറായി വിജയൻ ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ യുക്തിയും ബുദ്ധിയും പോയി എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ